ഹലോ, ലൈഫ് ഓഫ് ശ്വേതാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാന്തല്ലൂരിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ആനമുടി ഷോല കാട്ടിലൂടെയുള്ള ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമിന്റെ വിശേഷങ്ങളും ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് ഫാമിലിയൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്കും കൂടി പോകാൻ പറ്റുന്ന ഒരു ട്രെക്ക് പരിചയപ്പെടുത്തി തരണമെന്ന്. അപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു അടിപൊളി ട്രെക്കാണ് കേട്ടോ ഇത്. ഹലോ, ഇറ്റ്സ് മീ ശ്വേതാപ്പി. നമ്മളിപ്പോ എന്നുള്ളത് മന്നവൻ ഷോല നാഷണൽ പാർക്കിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വക ഒരു ട്രെക്ക് ഉണ്ട്, ഒരു 3 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നടക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഒപ്പം ദാ ഉള്ളത്, പേര് പറഞ്ഞോളൂ. അനീഷ്. അപ്പൊ അനീഷ് ഈ പുള്ളിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ കാണിച്ചു തരാൻ നമ്മൾ കൊണ്ടുപോവാ. പോവാ. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോലക്കാടായ മന്നവൻ ഷോലയിലൂടെയാണ്. 3 ഷോലക്കാടുകളാണ് ആനമുടി ഷോല നാഷണൽ പാർക്കിലുള്ളത്. അതിലൊന്നാണ് കേട്ടോ ഈ മന്നവൻ ഷോല. ഷോലവനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത വേനൽക്കാലത്തെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ പോലും ഇവിടെ എപ്പോഴും ഈർപ്പം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തും പച്ചപ്പ് നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഈ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കാന്തല്ലൂരിലെ ആനമുടി ഷോല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ്. ഒരു അഡൾട്ടിന് 300 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ഏകദേശം ഒരു 3 കിലോമീറ്റർ ആണ് മൊത്തത്തിൽ ഈ ഒരു ട്രെക്ക് നടക്കാനുള്ളത്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗൈഡ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ട്രെക്ക് തുടങ്ങി കാട്ടിലേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് സൈഡിൽ നിന്നൊരു അനക്കം കേട്ടത്. അപ്പൊ ഞങ്ങൾ അവിടെ അനങ്ങാതെ നിന്നു. എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് നോക്കി. അപ്പോഴാണ് ഒരു മലയണ്ണാനെ കണ്ടത്. ഇത്രയധികം മരങ്ങൾക്കിടയിലൂടെ നമ്മുടെ ഗൈഡിനേക്കാളും മുന്നേ ഞാനാണ് കേട്ടോ അതിനെ സ്പോട്ട് ചെയ്തത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നല്ലൊരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ അത് എങ്ങോട്ടോ ചാടിപ്പോയി. പക്ഷെ അത് സാരില്ല, ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു മൃഗമാണ് ഈ മലയണ്ണാൻ. അങ്ങനെ ഞങ്ങള് വീണ്ടും നടന്നു തുടങ്ങി. അപ്പോഴേക്കും ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടു. ഈ വഴി സാധാരണ ആനകൾ അങ്ങനെ വരാറില്ല. വേനൽക്കാലത്ത് അടുത്തുള്ള കാടുകളൊക്കെ വരണ്ടു കിടക്കുന്നത് കൊണ്ടാണ് ആനകൾ വെള്ളം കുടിക്കാൻ ഈ മന്നവൻ ഷോലയിൽ വരുന്നത്. കുറച്ചുകൂടി നടന്നപ്പോഴേക്കും ഞങ്ങൾ അടുത്ത മലയണ്ണാനെ കണ്ടു. ഇത്തവണ നേരത്തേനേക്കാളും നന്നായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിട്ടോ. ഇതൊക്കെ ഇത് നമ്മൾ കണ്ട മലയണ്ണാനില്ലേ, അത് കഴിക്കുന്ന ഒരു കായാണ്. ഇതുപോലെ നമ്മൾ കാടുകളിലൂടെ നടക്കുമ്പോൾ മാക്സിമം സൈലന്റ് ആയിട്ട് നടക്കാൻ ശ്രമിക്കണം. ഇവിടെ വരെ നല്ല വെയിലുണ്ടായിരുന്നു. ഇതാ അങ്ങോട്ട് നോക്കിയേ, ഞാൻ അങ്ങോട്ട് കയറും തോറും കുറച്ച് ഇരുട്ടാവും. കാടിനുള്ളിലേക്ക് കയറുന്ന സ്ഥലമാണ്. ഇച്ചിരി തണുപ്പൊക്കെ വരുന്നു, കാറ്റും അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പോയി നോക്കാം. വാ. അപ്പൊ ഇതാ നമ്മള് ഈ വരുന്ന വഴി മലയാള മാത്രം കേട്ടോ കാണാൻ പറ്റിയത്. 2-3 എണ്ണത്തിനൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി. ചിലതൊക്കെ ക്യാമറ എടുക്കുമ്പോൾ തന്നെ ചെറിയ സൗണ്ട് ആക്കുമ്പോൾ തന്നെ അത് ഓടിപ്പോവാ ചെയ്തേ. എന്നാലും നമ്മള് കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മരത്തിന്റെ ഇടയിലൊക്കെ ഈ മലയാള നിക്കണ കാണാൻ തന്നെ. അപ്പോ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കും താഴെയുള്ള ഗ്രാമങ്ങളിലേക്കുമൊക്കെ കുടിവെള്ളം എത്തിക്കുന്നത് ഈയൊരു അരുവിയാണ്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും എത്ര വേനൽക്കാലത്ത് പോലും ഇതുപോലെ നിർത്താതെ കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും കാടിനകത്തുള്ള തണുപ്പും ചുറ്റും പൊതിഞ്ഞു നിൽക്കുന്ന പച്ചപ്പും തന്നെയാണ് ഷോലക്കാടുകളെ മറ്റുള്ള കാടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതെ, ഓരോ കാടുകളും വ്യത്യസ്തമാണ്. അവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. കാടിന്റെ ഭംഗി അടുത്തറിഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ കാടിനെ സ്നേഹിക്കുന്നവന്റെ കണ്ണിലൂടെ തന്നെ കാണണമെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്.
ഇത്രയേറെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇത്രയും ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കാൻ കിട്ടിയത് വളരെ ആശ്വാസമായി തോന്നി മനസ്സിന്. ഇവിടെ ഞാൻ കുറേ സമയം ഇരുന്നു. ഈ വെള്ളമൊഴുകി കല്ലുകളിൽ തട്ടി ഉണ്ടാവുന്ന ശബ്ദവും ഈ വെള്ളത്തിന്റെ ഒഴുക്കും കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ കുറേ സമയം അവിടെ ഇരുന്നു. മനുഷ്യർ ഒരിക്കലെങ്കിലും കാട് കണ്ടിരിക്കണമെന്ന് തോന്നി. ഒരുപാട് തിരക്കേറിയ ഈ ജീവിതത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ഇതുപോലൊരു യാത്ര അത്യാവശ്യമാണ് മനുഷ്യർക്കെന്ന് തോന്നി. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. കുറച്ച് മലയണ്ണാനേയും പിന്നെ നമ്മൾ വാട്ടർഫോൾ കണ്ടു, കാട്ടിലെ കാഴ്ചകൾ കണ്ടു. ഇനി നമുക്ക് തിരിച്ചു വാ. മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. വെള്ളം ഫുള്ള് ഇവിടെ കുത്തി ഒഴുകുന്നുണ്ടാവും. അട്ടകളും ആർത്തുല്ലസിക്കുമായിരിക്കും കാട് നിറയെ. അതുകൊണ്ട് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം. അങ്ങനെ പോകുന്ന വഴി അനീഷിനോട് സംസാരിച്ചപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ സാമീണനൊക്കെ ഇവന് പരിചയമുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ സാമീണന്റെ കുടിയിൽ പോയ വിശേഷങ്ങളാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നത്. അത് കാണാത്തവർക്കായി ഇവിടെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്യാവേ. നമ്മള് വന്ന വഴിയല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയാണ് ഈ റോഡ് എത്തിയത്. ട്രൈബൽസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ജീപ്പും ഒക്കെ മാത്രമേ ഈ വഴി പോവാറുള്ളൂ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയൊരു റൂട്ടാണത്. പക്ഷേ പബ്ലിക്കിന് ഇത് ഓപ്പൺ അല്ല. ഈ കാണുന്ന ചെടിയാണ് ട്രീ ഫേൺ. ഡിനോസറിന്റെ കാലഘട്ടത്തിലുള്ള ചെടിയാണിത്. ചില ഡിനോസറുകളുടെ ഭക്ഷണമായിരുന്നു ഈ ചെടിയെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ഇതിന്റെ ഒരു ഇല വളരാൻ തന്നെ 1 വർഷത്തോളം എടുക്കത്രേ. ഒരുപാട് വർഷം കഴിഞ്ഞ് ഇതൊരു വലിയ മരമായി തന്നെ മാറും. അതുകൊണ്ട് ഈ ട്രെക്കിംഗ് പ്രോഗ്രാമിന്റെ പേര് തന്നെ ട്രീ ഫേൺ ട്രെക്കിംഗ് എന്നാണ്. ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും നടന്നു തുടങ്ങി. ഈ റോഡ് ചെന്നെത്തുന്നത് ഫോറസ്റ്റ് ഓഫീസിലേക്കാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി. അനീഷിനാണെങ്കിൽ കൺട്രോൾഡ് ബേണിങ്ങിന് പോവാനും ഉണ്ടായിരുന്നു. ഞങ്ങളെ കാണാത്തത് കൊണ്ട് വേറെ ഒരു ഗൈഡ് ഞങ്ങളെ അന്വേഷിച്ചു വന്നതാണ് ഈ കാണുന്നത്. അപ്പോ കൺട്രോൾഡ് ബേണിംഗ് എന്താണെന്ന് അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞു തരാം. കാട്ടുതീ ഉണ്ടാവാതിരിക്കാനും ഇനി അഥവാ ഉണ്ടായാൽ തന്നെ പടരാതിരിക്കാനും വേണ്ടി പെട്ടെന്ന് തീപിടിക്കാൻ ചാൻസ് ഉള്ള ഉണങ്ങിയ പുൽമേടുകൾ വളരെയധികം ശ്രദ്ധയോടെ ഇവര് തന്നെ കത്തിച്ചു കളയുന്നതാണ് കൺട്രോൾ ബേണിംഗ്. ഇത് ഞങ്ങള് ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴി കണ്ട കൺട്രോൾ ബേണിങ്ങിന്റെ വിഷ്വൽസ് ആണ്. കുറച്ചുകൂടെ നടന്നപ്പോഴേക്കും ഒരു ജീപ്പ് വരുന്നത് കണ്ടു. ഇവിടെ അടുത്തുള്ള കൂടലാരുകുടി എന്നൊരു ട്രൈബൽ വില്ലേജിൽ നിന്നും വരുന്നവരാണിവർ. ഇവര് ടൗണിലേക്ക് എന്തോ ആവശ്യത്തിന് പോവുമായിരുന്നു. അപ്പൊ നമ്മള് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. എത്താറായി. ഇനിയൊരു വളവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലെത്തും. ട്രക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കാട് കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ഈ ഒരു ജനുവരി മാസത്തിൽ വരുമ്പോഴാണ് കാട് ഇത്രയും ഭംഗിക്ക് കാണാൻ പറ്റുക. അങ്ങനെ നടന്ന് അവസാനം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. ഷൂ ഒക്കെ അഴിച്ചു നോക്കിയപ്പോഴേക്കും 2 കാലിലും ഉണ്ട് അട്ടകള്. പക്ഷെ ഇത്തിരി ഡെറ്റോൾ അടിച്ചപ്പോ തന്നെ അത് കടിവിട്ടു. അപ്പൊ നിങ്ങളും കാട്ടിലേക്ക് പോകുമ്പോ കുറച്ച് ഡെറ്റോൾ കയ്യിൽ വെച്ചാൽ ഇതുപോലെ അട്ടകളെ ഈസി ആയിട്ട് ഓടിക്കാം. ഇത് ഫോറസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള അവരുടെ ഒരു ഗാർഡൻ ആണ് കേട്ടോ. ഇതൊക്കെ ഇത് മൂസമ്പിയാണേ. ചിലതൊക്കെ ഇങ്ങനെ പച്ചയായിട്ട് തന്നെ നിൽക്കുവാണ്. ഇത് പഴുത്തിട്ടുണ്ട്. ഇവിടെയുള്ളതൊക്കെ പഴുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ കാന്തല്ലൂരിൽ സ്റ്റേ ചെയ്ത സ്ഥലം. വിന്റർ വില്ലേജ് മഡ് ഹൗസ് എന്നാണ് പേര്. വലിയ സെറ്റപ്പും വ്യൂവും ഒന്നും ഇല്ലെങ്കിലും ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ വന്ന് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണത്. പിന്നെ മഡ് ഹൗസ് ആയതുകൊണ്ട് പ്രത്യേകം പറയണ്ടല്ലോ, ഉച്ച സമയത്തും ഉള്ളിലൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പോ ഞാൻ ഇവിടുന്ന് ചെക്കൗട്ട് ഒക്കെ ചെയ്ത് ഇറങ്ങിട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി തൊട്ട് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.